നെക്സ്റ്റ് അഗെയിൻ ഒരു ഐ സെക്ഷനാണ്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് അൺസിമെട്രിക്കൽ ഐ സെക്ഷനാണ്. നോക്കാം. എ കാസ്റ്റ് അയൺ ബീം ഈസ് ഓഫ് ഐ സെക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. ദി ബീം ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ എ സ്പാൻ ഓഫ് 5 മീറ്റർ. അപ്പോൾ ഏതാണ്? എഗെയിൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം 5 മീറ്റർ ലോങ് ആണെന്ന് പറയുന്നുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് 5 മീറ്റർ ലോങ്. ഇഫ് ദി ടെൻസൈൽ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 20 Nm/mm². അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെസ് എന്താണ്? ന്യൂട്ടൺ, സിഗ്മയാണ്. സോ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ സിഗ്മ ടി, ടെൻസൈലാണ്ട് ടി സഫിക്സ് ഇടാം നമുക്ക്. ഈസ് 20 Nm/mm². ഫൈൻ സേഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വിച്ച് ദി ബീം ക്യാൻ ക്യാരി. അപ്പം സേഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ സ്മോൾ w Nm/m ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾസോ ഫൈൻഡ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ സിഗ്മയാണ്, കംപ്രസീവ് ആയതുകൊണ്ട് സി എന്ന് വിളിക്കുന്നു അതിനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തന്നിരിക്കുന്നത്. ഐ സെക്ഷൻ നോക്കുക ആദ്യം സിമെട്രിക്കൽ ആണോ എന്ന്. നമ്മൾ എക്സിൽ കൂടെ സെക്ഷൻ കട്ട് ചെയ്തു. മുകളിലും താഴെയും ഡയമെൻഷൻ സെയിം ആണോ? ഇവിടെ 160 ആണ്, ഇവിടെ 80 ആണ്. സോ എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് സിമെട്രിക്കൽ അല്ല. അതേ കൂട്ട് തന്നെ വൈ ആക്സിസിൽ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്താൽ അത് സിമെട്രിക്കൽ ആണോ എന്ന് നോക്കുക. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അത് അൺസിമെട്രിക്കൽ ആണ്. അപ്പോൾ അൺസിമെട്രിക്കൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ അതിൽ നിന്നും നമുക്ക് അകത്തുള്ള ഇന്നർ പോർഷൻ മൈനസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ അടുത്ത ഡിഫറൻസ്. അപ്പം ആദ്യമേ നോക്കുക എന്താണ് ഈ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന്. നമുക്കറിയാം ബീം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബീം, ഇതിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇത് ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെയാണിത് ബെൻഡ് ചെയ്യുന്നത്. സോ ഈ ടോപ്പ് പോർഷനിൽ നമുക്ക് എന്താണെന്നറിയാം? കംപ്രഷൻ ആൻഡ് ബോട്ടം പോർഷനിൽ ടെൻഷനാണെന്നറിയാം. അപ്പം ഇങ്ങനെ ഒരു കോൺക്രീറ്റിൻ്റെ സെക്ഷൻ എടുത്താൽ, സപ്പോസ് റെക്റ്റാങ്കുലർ ആണെങ്കിൽ ഇതാണ് ന്യൂട്രൽ ആക്സസ് എങ്കിൽ മുകളിലത്തെ പോർഷൻ ടെൻഷൻ ആയിരിക്കും, താഴത്തെ പോർഷൻ എന്തായിരിക്കും? കംപ്രഷൻ ആയിരിക്കും. അപ്പം ന്യൂട്രൽ ആക്സിസിന് മുകളിലോട്ടുള്ള സ്ട്രെസ്സിനെയാണ് സിഗ്മ ടി ടെൻസൈൽ സ്ട്രെസ് എന്നും ബോട്ടത്തിലോട്ടുള്ള സ്ട്രെസ്സിനെയാണ് സിഗ്മ സി കംപ്രസീവ് സ്ട്രെസ് എന്നും പറയുന്നത്. അപ്പം ടെൻഷൻ സോണും കംപ്രസീവ് സോണും തിരിച്ച് പറയുവാണെങ്കിൽ, സെപ്പറേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ മുകളിലത്തെ സ്ട്രെസ്സ് ടെൻസൈലായിരിക്കും, മുകളിലത്തെ സ്ട്രെസ്സ് കംപ്രഷനായിരിക്കും, താഴത്തത് ടെൻഷനായിരിക്കും. തിരിഞ്ഞുപോയേ, ഇത് ടെൻഷനാണ്, ഇത് കംപ്രഷനാണ്, തിരിഞ്ഞുപോയി. അപ്പോൾ അതേപോലെ ഐ സെക്ഷൻ എടുത്താലും, ഐ സെക്ഷൻ ആയാലും ഏത് സെക്ഷൻ ആയാലും ന്യൂട്രൽ ആക്സിസിന് മുകളിലോട്ട് കംപ്രഷനാണ്. കംപ്രഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ സ്ട്രെസ്സിനെ സിഗ്മ സി കംപ്രസീവ് സ്ട്രെസ്. ബോട്ടം പോർഷനിൽ ടെൻഷനാണ്, ടെൻഷൻ ആയതുകൊണ്ട് സിഗ്മ സി ടെൻഷൻ, ടെൻസൈൽ സ്ട്രെസ്. ഇങ്ങനെയായിരിക്കും പറയുന്നത്. സോൺ തിരിച്ചു പറയുവാണെങ്കിൽ, തൊട്ട് മുമ്പേ വരെ നമ്മൾ ചെയ്ത കേസിൽ സ്ട്രെസ്സ് മാത്രമാണ് പറയുന്നത്, ടെൻഷൻ കംപ്രഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം തന്നിരിക്കുന്നത്? ലെങ്ത് എൽ തന്നിട്ടുണ്ട് 5 മീറ്റേഴ്സ്. മാക്സിമം ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ടി എത്രയാണ് തന്നിട്ടുണ്ട്? 20 Nm/mm². യു ഡി എല്ലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതുകൂടാതെ സ്ട്രെസ് ഇൻ കംപ്രഷൻ സോണും കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, സിഗ്മ സി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അറിയാം, M/A = σ/y. മൊമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ആണ്, വിത്ത് യു ഡി എൽ ആണ് മൊമെൻറ്റ്. അപ്പം WL²/8 അങ്ങ് എടുത്താൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വരുന്ന ഐ. വാട്ട് ഈസ് ഐ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കണം. നമ്മൾ ബേസിക് നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച പോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറഞ്ഞാൽ BdQ/12 + A1H1². ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു ഐ സെക്ഷൻ ആണെങ്കിൽ, ഒരു ഐ സെക്ഷനെ നമുക്ക് എത്ര കമ്പോണൻസ് ആയിട്ട് തിരിക്കാം? എന്താ ഇവിടെ സ്പ്ലിറ്റ് ചെയ്താൽ ഇത് 1, ഇത് 2, ഇത് 3. അൺസിമെട്രിക്കലിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള കേസസിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുമ്പം ഈ സെക്ഷൻ്റെ ഐ എങ്ങനെയായിരിക്കും? I = I1 + I2 + I3 ആയിരിക്കും. വേർ ഐ എന്ന് പറഞ്ഞാൽ B1D1³ / 12 + A1H1². വേറെ B1 D1 എന്ന് പറഞ്ഞാൽ ഏതാ? ഫസ്റ്റ് സെക്ഷൻ ഇതാണല്ലോ, ഇതിൻ്റെ വിഡ്ത്താണ് B1, ഇതിൻ്റെ ഡെപ്താണ് D1, ഇതിൻ്റെ ഏരിയ, ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ എത്രയാണോ അതാണ് A1. ഇനി H1 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ H1 H2 H3 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇക്വേഷനായിട്ട് അങ്ങ് ഓർത്തിരുന്നാൽ മതി. എക്സ് ആക്സിസും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് H1 H2 കണ്ടുപിടിക്കണമെങ്കിൽ, കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് കറസ്പോണ്ടിങ് ആണെങ്കിൽ y⁻ - y1, വൈക്ക് കറസ്പോണ്ടിങ് ആണെങ്കിൽ x⁻ - x1. അത് നെഗറ്റീവ് വരാൻ പാടില്ല. അതായത് ഗ്രേറ്ററിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? ലീസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുക, രണ്ടും. ഇനി അതേപോലെ H2 ആണെങ്കിലും
വൈ ബാർ മൈനസ് വൈ ടു അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് എക്സ് ടു. എപ്പോഴും വൈ ബാർ മൈനസ് വൈ ടുവും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ വൈ ടു മൈനസ് വൈ ബാർ വരാം. അപ്പോൾ നെഗറ്റീവ് വരാത്ത രീതിയിൽ വൈ ബാർ മൈനസ് വൈ വൺ എന്ന് നോക്കുമ്പോൾ നെഗറ്റീവ് വരുന്നെങ്കിൽ വൈ വൺ മൈനസ് വൈ ബാർ എടുക്കുക. ഇതാണ് H1 H2 കണ്ടുപിടിക്കുന്ന വാല്യൂസ്. അപ്പോൾ ഇതിന് വൈ ബാർ അല്ലെങ്കിൽ എക്സ് ബാർ വേണം നമുക്ക്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A1 x1 പ്ലസ് A2 x2 അങ്ങനെ ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN. അതാണ്. അതേപോലെ വൈ ബാർ എങ്ങനെയാണ്? A1 y1 പ്ലസ് A2 y2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര. അപ്പോൾ എക്സ് ബാറും വൈ ബാറും ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. B1 D1 ഓരോ സെക്ഷൻ്റെയും B1 D1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആ സെക്ഷൻ്റെ ഏരിയ. പിന്നെ H1 എന്ന് പറയുന്നത് വൈ ബാർ മൈനസ് വൈ വൺ അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് എക്സ്1. ഈ ഗ്രേറ്ററിൽ നിന്ന് ലീസ്റ്റ് മൈനസ് ചെയ്യുക, നെഗറ്റീവ് വരാത്ത രീതിയിൽ. ഇതാണ് കോമൺ പ്രൊസീജിയർ. നമ്മൾ ഫസ്റ്റ് ഇയർ മെക്കാനിക്സിൽ പഠിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതാണ് അൺസിമെട്രിക്കൽ സെക്ഷൻസ് വരുമ്പോൾ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ അതേ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇതിനെ ഞാൻ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബോട്ടം ഫ്ലാഞ്ച് 1, വെബ് 2, ടോപ്പ് ഫ്ലാഞ്ച് 3 എന്നും മെൻഷൻ ചെയ്തു. അപ്പം I ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം? I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് എടുക്കാം. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. അൺസിമെട്രിക്കൽ സെക്ഷൻസിന് ഐയുടെ ഇക്വേഷൻ BD ക്യൂബ് ബൈ 12 പ്ലസ് AH സ്ക്വയർ. AH സ്ക്വയർ ആണ്. H കണ്ടുപിടിക്കാനായിട്ട് വൈ ബാർ ആദ്യം കണ്ടുപിടിക്കണം. വൈ ബാർ കണ്ടുപിടിക്കാൻ H1 കണ്ടുപിടിച്ചാൽ വൈ ബാർ മൈനസ് വൈ വൺ, H2 വൈ ബാർ മൈനസ് വൈ ടു, H3 വൈ ബാർ മൈനസ് വൈ ത്രീ. ഇതെന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ മൈനസ് ലീസ്റ്റ് ചെയ്താലേ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടത്തുള്ളൂ. ആ രീതിയിൽ അപ്ലൈ ചെയ്യുക ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈ ബാർ കണ്ടുപിടിക്കണം. വൈ ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? A1 ഇവിടെ എത്ര സെക്ഷൻസ് ഉണ്ട്? 3 സെക്ഷൻസ് ഉണ്ട്. സോ A1 y1 പ്ലസ് A2 y2 പ്ലസ് A3 y3 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ഇനി A1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ഏരിയ എത്ര വരും? ഇതിൻ്റെ മാത്രം ഏരിയ എടുത്ത് എത്ര വരും? വിഡ്ത്ത് 160, ഡെപ്ത് എത്രയാണ്? 40. സോ അതിൻ്റെ ഏരിയ എത്ര വരും? 40 ബൈ 160. അടുത്ത A2 എന്ന് പറയുമ്പോൾ ഏതാ? ഇത്രയും പോർഷൻ്റെ ഏരിയ എങ്ങനെ വരും? ഇതെത്രയാ? 200 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ? 20. സോ 200 ഇൻറ്റു 20. ദെൻ A3 എന്ന് പറയുമ്പോൾ എത്രയാ? 800 ബൈ 20. 800 അല്ല 80 ബൈ 20 ആയിരിക്കും ഇതിൻ്റെ ഏരിയ. ഇനി ഇത് നിങ്ങൾക്ക് ഫുള്ള് ചിലപ്പം തരുമ്പം ഇത് 80 തരും, 160 തരും, ഫുൾ ഹൈറ്റ് തരും. ചിലപ്പം ഫുൾ ഹൈറ്റ് തന്നിട്ട് ഇതിൻ്റെ മാത്രം തിക്നെസ് തരും. അങ്ങനെയാണെങ്കിൽ നടുക്കത്ത് കണ്ടുപിടിക്കാൻ അതിനനുസരിച്ച് മൈനസ് ചെയ്തെടുക്കുക. അപ്പം A3യും കിട്ടി. ഇനി നെക്സ്റ്റ് വാട്ട് ഇസ് y1? y1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു റെഫറൻസ് ആക്സസ് ഫിക്സ് ചെയ്യണം. റെഫറൻസ് ആക്സസ് എപ്പോഴും നമ്മൾ ഏറ്റവും ബോട്ടം ബേസിൽ കൂടെ ഫോം ചെയ്യുന്ന ഒരു ലൈനാണ് റെഫറൻസ് ആക്സസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെഫറൻസ് ആക്സസ് ആയിട്ട് ഫിക്സ് ചെയ്തു. ഏറ്റവും ബോട്ടത്തിൽ കൂടെ പോകുന്നത്, ഏറ്റവും ബോട്ടം പോർഷനിൽ കൂടെ പോകുന്നതാണ് റെഫറൻസ് ആക്സസ് എടുത്തത്. അപ്പോൾ ഈ y1 y2 y3 എല്ലാം നമ്മൾ ഈ റെഫറൻസ് ആക്സസ് മുതൽ ആ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഏത്? y1 y2 y3. അപ്പോൾ നമ്മളിപ്പം y1 എടുക്കുവാണെങ്കിൽ വാട്ട് ഈസ് y1? റെഫറൻസ് ആക്സസ് മുതൽ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y1. ഏതാ ഫസ്റ്റ് സെക്ഷൻ? ഇതല്ലേ ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ റെഫറൻസ് ആക്സസ് മുതൽ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാന്നിരിക്കട്ടെ CG. ഫസ്റ്റ് സെൻറ്റർ ഇതാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? റെഫറൻസ് ആക്സസ് മുതൽ ഇതിൻ്റെ ടോപ്പ് വരെ 40 ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ വരെ എത്രയായിരിക്കും? 40/2 ആയിരിക്കുമല്ലോ. സോ y1 എത്ര വരും? 40/2. ഇനി നെക്സ്റ്റ് y2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ റെഫറൻസ് ആക്സസ് മുതൽ സെക്കൻഡ് സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. റെഫറൻസ് ആക്സസ് മുതൽ സെക്കൻഡ് സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഇത്രയും വരും. അപ്പോൾ എത്ര വരും? എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? ഫസ്റ്റ് സെക്ഷൻ 40 ആണ്, അത് അതുപോലെ എഴുതുക. അതിൻ്റെ അല്ല നമ്മൾ സെൻറ്റർ എടുക്കുന്നത്, സെക്കൻഡ് സെക്ഷൻ്റെയാണ് സെൻറ്റർ എടുക്കുന്നത്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് മാത്രം ഹാഫ് എടുക്കുക, ബാക്കി അതുപോലെ ആഡ് ചെയ്യുക. സോ റെഫറൻസ് ആക്സസ് മുതൽ ഇവിടം വരെ എത്രയാണ്? 40. സോ 40 പ്ലസ് എത്രയാണ് വരുന്നത്? ഇതിൻ്റെയാണ് നമ്മൾ ഈ വെബിൻ്റെയാണ് നമ്മൾ സെൻറ്റർ എടുക്കുന്നത്. സോ വെബിൻ്റെ ഡെപ്ത് എത്രയാണ്? 200/2 ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായോ? 40 + 200/2. അതായത് റെഫറൻസ് ആക്സസ് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ. സോ 40 അത് അതുപോലെ നമ്മൾ ആഡ് ചെയ്തു, ആ സെക്ഷൻ ഫുൾ എടുക്കുന്നുണ്ട്. അടുത്തത് ഈ 200ൻ്റെയാണ് ഹാഫ് എടുക്കുന്നത്. സോ 200/2. 40 + 200/2 140 കിട്ടും. നെക്സ്റ്റ് അതേപോലെ y3 എങ്ങനെ വരും? റെഫറൻസ് ആക്സസ് മുതൽ തേർഡ് സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. റെഫറൻസ് ആക്സസ് മുതൽ തേർഡ് സെക്ഷൻ്റെ സെൻറ്റർ ഇവിടെ ആണെങ്കിൽ
ഇത്രയും വരും അല്ലേ, റെഫറൻസ് ആക്സസ് മുതൽ തേർഡ് സെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ അതുപോലെ ആഡ് ചെയ്യുക, സെക്കൻഡ് സെക്ഷനും അതുപോലെ ആഡ് ചെയ്യുക, തേർഡിൻ്റെ മാത്രം ഹാഫ് എടുക്കുക. ഏതിൻ്റെയാണോ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഹാഫ് എടുക്കാൻ പാടുള്ളൂ, ബാക്കി എല്ലാ സെക്ഷൻസും അതുപോലെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതെത്ര വരും? 40 പ്ലസ് ഇവിടം തൊട്ട് ഇവിടം വരെ 200 പ്ലസ് ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? ഇത് ഫുൾ 20 ആണ്. സോ 20/2. 40 പ്ലസ് 200 പ്ലസ് 20/2 എത്ര കിട്ടി? 250 കിട്ടി. ഇനി A1 A2 A3 Y1 Y2 Y3 ഇതെല്ലാം കൂടെ y ബാറിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ആൻസർ y ബാർ നമുക്ക് കിട്ടും. ഇനി y ബാർ കിട്ടിക്കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ? I1 പ്ലസ് I2 പ്ലസ് I3. അതിനാദ്യം ഫസ്റ്റ് സെക്ഷൻ്റെ മാത്രം നമുക്ക് I1 കണ്ടുപിടിക്കാം. ഫസ്റ്റ് സെക്ഷൻ്റെ മാത്രം I1 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. I1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? B1 D1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A1 H1 സ്ക്വയർ. B1 D1 എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് സെക്ഷൻ്റെ വിഡ്ത്തും ഫസ്റ്റ് സെക്ഷൻ്റെ ഡെപ്ത്തും എത്രയാണ്? ബി എത്രയാണ് ഫസ്റ്റ് സെക്ഷൻ്റെ? 160. ഫസ്റ്റ് സെക്ഷൻ്റെ ഡെപ്ത്ത് എത്രയാണ്? 40. സോ 160 ഇൻറ്റു 40 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A1 നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 40/60. 40/60 ഇൻറ്റു H1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? y ബാർ മൈനസ് y1. ഗ്രേറ്ററിൽ നിന്ന് ലീസ്റ്റ് മൈനസ് ചെയ്യുക. y ബാർ എത്രയാണ് നമുക്ക് കിട്ടിയത്? y ബാറിൻ്റെ വാല്യൂ 90.66. y1 കിട്ടിയത് 20. ലീസ്റ്റ് ഏതാ? y1 ആണ്. സോ എന്ത് ചെയ്യാം? y ബാർ മൈനസ് y1. അപ്പോൾ y ബാർ മൈനസ് y1 ആണ് H1. ഗ്രേറ്ററിൽ നിന്ന് ലീസ്റ്റ് മൈനസ് ചെയ്യുക. ഗ്രേറ്റർ y ബാർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? y ബാറിൽ നിന്ന് y1 കുറച്ചു. ദി ഹോൾ സ്ക്വയർ. എച്ചിനൊരു സ്ക്വയർ ഉണ്ട്, അത് മറക്കരുത്. 90.66 മൈനസ് 20 ദി ഹോൾ സ്ക്വയർ. കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ നോക്കുക. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇനി അതേപോലെ സെക്കൻഡ് സെക്ഷൻ I2. സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പം I2 = B2 D2 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A2 H2 സ്ക്വയർ. B2 D2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെക്ഷൻ്റെ വിഡ്ത്ത്. സെക്കൻഡ് സെക്ഷൻ്റെ വിഡ്ത്ത് ഏതാ? അത് നിങ്ങൾ ഓർക്കണം. സെക്കൻഡ് സെക്ഷൻ ഏതാ? നമ്മുടേതാ ഈ വെബാണ്. ഇങ്ങനെ ഇരിക്കുന്ന വെബാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്താണ് B2, ഇതിൻ്റെ ഡെപ്താണ് D2. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാ? 20. ഡെപ്ത്ത് എത്രയാ? 200. അപ്പോൾ ഇത് 20, ഡെപ്ത്ത് എത്രയാ? 200. അത് ഫിഗർ നോക്കി കറക്റ്റ് എടുക്കുക. വിഡ്ത്തും ഡെപ്ത്തും തമ്മിൽ മാറിപ്പോരുത്. ക്യൂബ് കൊടുക്കുന്നത് ഡെപ്ത്തിനാണ്. സോ 20 × 200 ക്യൂബാണ്. 200ന് തന്നെ ക്യൂബ് ഇടണം, മാറിപ്പോരുത്. വിഡ്ത്ത് 20, ഡെപ്ത്ത് 200. പക്ഷേ ഫസ്റ്റ് സെക്ഷൻ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എടുത്തപ്പോൾ തിരിച്ചായിരുന്നു കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് വിഡ്ത്ത് വരുന്നത്, ഇത് വിഡ്ത്തും ഇതാണ് ഡെപ്ത്തും എടുത്തത്. ഇനി ഇവിടെ വരുമ്പോൾ ഇത് വിഡ്ത്തും ഇത് ഡെപ്ത്തും. സോ 20 × D ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A2. നമ്മൾ സെക്കൻഡ് സെക്ഷൻ്റെ A2 20 × 200 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് y ബാർ മൈനസ് H2 എന്ന് പറഞ്ഞാൽ എന്താ? y ബാർ മൈനസ് y2. y ബാർ എത്രയാണ്? 90.66. y2 എത്രയാണ്? 140. അപ്പോൾ ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം? y2 മൈനസ്, ഇവിടെ H2 എന്താണ്? y2 മൈനസ് y ബാർ എടുക്കുക. മൈനസ് വരാത്ത രീതിയിൽ ഇക്വേഷൻ ഫോം ചെയ്യുക. 140 മൈനസ് 90.66 ആൻസർ കിട്ടും. എഗെയിൻ അതുപോലെ I3 പറയുമ്പം B3 D3 ക്യൂബ്. അപ്പോൾ B3 D3 എടുക്കുമ്പോൾ എങ്ങനെയാണ്? അവിടെ ടോപ്പ് പോർഷൻ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ടോപ്പ് വിഡ്ത്ത് 80 mm. ഇതെത്രയായിരുന്നു? ഇത് 20 mm. അപ്പോൾ ഡെപ്ത്ത് എത്രയാണ്? 20യും വിഡ്ത്ത് എത്രയാണ്? 80യും വരും. സോ 80 × 20 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A3 നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 80 × 20. H3 എന്ന് പറയുമ്പോൾ എഗെയിൻ എന്താണ്? y3 മൈനസ് y ബാർ. നോക്കുക, y3 എത്രയാണ്? y3 250, y ബാർ 90. ഏതാ ഗ്രേറ്റർ? y3 ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ H3 എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? y3 മൈനസ് y ബാർ. ഗ്രേറ്ററിൽ നിന്ന് ലീസ്റ്റ് മൈനസ് ചെയ്തെടുക്കുക, കിട്ടും. ദെൻ ടോട്ടൽ I കണ്ടുപിടിക്കുക. I1 പ്ലസ് I2 പ്ലസ് I3 ചെയ്യുമ്പോൾ ടോട്ടൽ I ഫോർ ദി സെക്ഷൻ കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതിലേക്ക് വരാം. സിംപ്ലി സപ്പോർട്ടഡ് ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടെൻഷൻ ഈസ് മാക്സിമം അറ്റ് ബോട്ടം ഫൈബർ ആൻഡ് സിഗ്മ സി ഈസ് മാക്സിമം അറ്റ് ടോപ്പ് ഫൈബർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആയിരിക്കും സിഗ്മ സി വരുന്നത്, താഴെയായിരിക്കും സിഗ്മ ടി വരുന്നത്. ഓക്കെ, അപ്പം സിഗ്മ ടി എങ്ങനെ കിട്ടും? നമുക്ക് ആദ്യം സിഗ്മ ടി കിട്ടണമെങ്കിൽ എന്തെടുക്കണം? സിഗ്മ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇക്വേഷൻ എന്താണ്? m/i ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ആണല്ലോ. ഇനി അതിനകത്തുനിന്ന് നമുക്ക് മൊമെൻറ്റിന് ഇക്വേഷൻ ഫോം ചെയ്താൽ എങ്ങനെ വരും? മൊമെൻറ്റ് m ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഇൻറ്റു ഐ എന്ന് വരുമല്ലോ. ഇനി അതിനകത്ത് സിഗ്മ നമുക്ക് തന്നേക്കുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? സിഗ്മ ടി ആണ് 20 Nm/mm² എന്ന് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഏതാണ്? സിഗ്മ ടി ആണ് 20 Nm/mm² എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സിഗ്മ ടി ആണ് 20 Nm/mm². സോ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഏത് വേണം? വൈ ടി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വൈ
വൈ ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇതാണ് ഐ സെക്ഷൻ എങ്കിൽ ഇത് ന്യൂട്രൽ ആക്സിസ്, ഇതാണ് കംപ്രഷൻ സോൺ. ടോപ്പിലോട്ടുള്ള ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സാണ് തന്നേക്കുന്നത്. സിഗ്മ ടി ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സിഗ്മ ടി ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ. അപ്പം ഇതിനകത്ത് സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടെൻഷൻ സോണിലെ സ്ട്രെസ്സാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് സിഗ്മയെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ടി എന്നും. അപ്പോൾ നമ്മൾ വൈ എടുക്കുമ്പോൾ ഏതെടുക്കണം? വൈ ടി വേണം എടുക്കാൻ. കാരണം ഇപ്പം നിങ്ങളൊരു ഐ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു, ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് എങ്കിൽ നമുക്കറിയാം കോൺക്രീറ്റ് ടോപ്പ് പോർഷനിൽ കംപ്രഷനും ബോട്ടം പോർഷനിൽ ടെൻഷനുമാണ്. അപ്പോൾ ഈ സോണാണ് കംപ്രഷൻ സോൺ. ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലോട്ട് കംപ്രഷൻ സോൺ, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ട് ടെൻഷൻ സോണുമാണ്. അപ്പോൾ ടെൻഷൻ സോണിലെ സ്ട്രെസ്സാണ് തന്നേക്കുന്നത്. ഇവിടുത്തെ സ്ട്രെസ്സാണ് സിഗ്മ ടി എന്ന് തന്നേക്കുന്നത്. സോ നമ്മൾ എടുക്കുമ്പോൾ വൈ ഏതെടുക്കണം? ന്യൂട്രൽ ആക്സിസ് മുതൽ താഴോട്ട് ടെൻഷൻ സോണിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ ടി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന വൈ ബാർ. ഓക്കെ, കാരണം നമ്മൾ റെഫറൻസ് ആക്സിസ് എവിടെ എടുത്തേ? ബേസിലാണ് എടുത്തേ. സോ ബേസ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ ബാർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എത്രയാണ്? 90.66. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിനകത്ത് വൈ ടി എന്ത് തന്നെയാണ്? നിങ്ങളുടെ വൈ ബാർ 90.66 ആണ്. പിന്നെ നമ്മൾ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൊമെൻറ്റിനെ എങ്ങനെ എഴുതാം? സിഗ്മ ടി ബൈ വൈ ടി ഇൻറ്റു ഐ എന്ന് എഴുതാമല്ലോ. സിഗ്മ ടി ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 90, വൈ ടി എന്ന് പറഞ്ഞാൽ വൈ ബാർ ആണ് 90.66, ഐ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് കിട്ടും? ഇതിൽ നിന്ന് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യു ഡി എൽ ആണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? WL²/8 ആണല്ലോ. W നമുക്കറിയത്തില്ല, W കണ്ടുപിടിക്കണം. ഇൻറ്റു ലെങ്ത് എത്രയായിരുന്നു? ലെങ്ത് ഓഫ് ദി ബീം എന്ന് പറയുന്നത് 5 ആണ്. സോ W ഇൻറ്റു 5²/8 എന്ന് വരും. W ഇൻറ്റു 5²/8 അത് ഇത്രയും ന്യൂട്ടൺ മീറ്ററിലാണ്. കാരണം നമ്മൾ ലെങ്ത് മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിന് എന്ത് ചെയ്താൽ മതി? അപ്പം W ഇൻറ്റു ഇത്രയും ഇത് നിങ്ങൾ സോൾവ് ചെയ്യാമെങ്കിൽ 5²/8 ചെയ്യുക. 5²/8 ചെയ്ത് ഇതിനെ ഇൻറ്റു ന്യൂട്ടൺ മീറ്ററിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യുമ്പോൾ ന്യൂട്ടൺ മില്ലിമീറ്റർ കിട്ടും. ഇൻറ്റു 1000 ചെയ്യുമ്പം ന്യൂട്ടൺ മില്ലിമീറ്റർ കിട്ടും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 3125 W ന്യൂട്ടൺ MM എന്ന് വരും. W നമുക്കറിയത്തില്ല, 3125 W ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. സോ ഇനി ഓൾറെഡി മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മളിപ്പുറത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2130389.85 ആണ് ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 3125 W. ഇതിൽ നിന്ന് W കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഡിവൈഡ് ചെയ്താൽ മതി. 3100,389.85 ഡിവൈഡഡ് ബൈ 3125. ഇത് സോൾവ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് Wൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് Wൻ്റെ ആൻസർ ഇതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6816.125 UDL ആയതുകൊണ്ട് ന്യൂട്ടൺ പെർ MM. ഇതായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് UDLൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. ഇപ്പോൾ UDL കിട്ടി, ഇനി നമുക്ക് എന്താ വേണ്ടേ? മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്കറിയാവുന്ന ഇക്വേഷൻ M/I = σ/y ആണ് അല്ലേ? അപ്പോൾ കംപ്രഷൻ സോൺ ആകുമ്പോൾ സ്ട്രെസ് സിഗ്മ സിയും വൈ സിഗ്മ സിയും വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വൈ സി എങ്ങനെ എടുക്കും? വൈ ടി നമ്മൾ എങ്ങനെ എടുത്തേ? ന്യൂട്രൽ ആക്സിസ് മുതൽ ടെൻഷൻ സോണിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ വൈ സി എങ്ങനെ വരും? ന്യൂട്രൽ ആക്സിസ് മുതൽ കംപ്രഷൻ സോണിൻ്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും വൈ സി ആണല്ലോ. താഴോട്ട് വൈ ടി, മണ്ടയ്ക്കോട്ട് വൈ സിയും വരും ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് വൈ സി എങ്ങനെ കിട്ടും? വൈ സി എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഹൈറ്റ് എത്രയാണോ, ടോട്ടൽ ഡെപ്ത് എത്രയായിരുന്നു ഐ സെക്ഷൻ്റെ? ഒരു സെക്കൻഡ് ഒന്ന് നോക്കിക്കോട്ടെ. ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഐ സെക്ഷൻ 260 ആയിരുന്നു ടോട്ടൽ ഹൈറ്റ്. സോ 260 ഇത് ഇത്രയും എത്രയാണ്? 260യിൽ നിന്നും വൈ സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 260യിൽ നിന്നും വൈ ടി മൈനസ് ചെയ്താൽ പോരെ. സോ 260 മൈനസ് വൈ ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈ സി കിട്ടും. വൈ സിയുടെ ആൻസർ നിങ്ങൾക്ക് വരുന്നത് 169.34. അതായത് 260 മൈനസ് നമ്മുടെ വൈ ടി എത്രയായിരുന്നു? 90.66. സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 169.34 mm എന്ന് കിട്ടും. 169.34 mm. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സിഗ്മ സി കണ്ടുപിടിച്ചാൽ മതി. സിഗ്മ സി എങ്ങനെ കണ്ടുപിടിക്കാം? M/I × വൈ സി. എം എത്രയാണ്? മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2. മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2130389.85
389.85 ഡിവൈഡഡ് ബൈ ഐ. ഐയുടെ വാല്യൂ എത്രയായിരുന്നു? ഐയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 9655,466.7.21 ഇൻറ്റു YC 169.34 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്നത് 37.357 Newton/mm² എന്ന് കിട്ടും. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ടെൻഷൻ സോൺ അതുകൊണ്ട് തന്നെ കംപ്രഷൻ സോൺ നോക്കണം. ഇവിടെ എടുക്കുമ്പം M/I = σT/YT. ഓക്കെ, YT എടുക്കുന്നത് I സെക്ഷൻ ആണെങ്കിലും, ഇപ്പോൾ ഇതൊരു I സെക്ഷൻ, ഇനി ഇൻ കേസ് അതൊരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിലും ഇതാണ് ന്യൂട്രൽ ആക്സസ് എങ്കിൽ ഇതായിരിക്കും YT. കംപ്രഷൻ സോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് M/I = σC/YC. ഇതേപോലെ I സെക്ഷൻ, ഒരു റെക്റ്റാങ്കുലർ സെക്ഷനോ ഏത് സെക്ഷൻ ആയാലും ഇതാണ് ന്യൂട്രൽ ആക്സസ് എങ്കിൽ YC എത്ര വരും? മുകളിലോട്ടുള്ള ഡിസ്റ്റൻസാണ് YC. ഈ ഡിസ്റ്റൻസാണ് YC. ഇതാണ് ഓർക്കേണ്ടത്. ഈ Y ബാർ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ റെഫറൻസ് ആക്സസ് ബേസിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ YT തന്നെയായിരിക്കും Y ബാർ. റെഫറൻസ് ആക്സസ് ബേസിലാണ് എടുക്കുന്നതെങ്കിൽ Y ബാർ = നമ്മൾ റെഫറൻസ് ആക്സസ് ബേസിലെടുത്ത് ചെയ്തത് കൊണ്ടാണ് ഇവിടെ Y ബാർ YT ആയിട്ട് എടുത്തത്.